ദേശീയ രാഷ്ട്രീയത്തിൽ ജാതി സെൻസസ് എന്ന വിഷയം ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ജാതി സെൻസസ് സമൂഹത്തിന്റെ എക്സ്റേ ആണ് എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സാമൂഹിക നീതി ഉറപ്പാക്കാൻ കൃത്യമായ ജാതി ഡാറ്റ അനിവാര്യമാണെന്ന് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഒബിസികൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ യഥാർത്ഥ ജനസംഖ്യാനുപാതത്തിൽ അധികാരവും വിഭവങ്ങളും ലഭിക്കണമെന്ന വാദമാണ് രാഹുൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ജാതി സർവേ നടത്താൻ രാഹുൽ ഗാന്ധി പ്രോത്സാഹിപ്പിച്ചത്. അതിനാൽ കർണാടകത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം രാഹുലിനെ നേരിട്ട് ബാധിക്കുന്നതാണ്. ജാതി സർവേ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാതെ സർക്കാർ പിന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. ജാതി സെൻസസ് വേണം എന്ന് രാജ്യമെങ്ങും പറയുന്ന കോൺഗ്രസ് സ്വന്തം സംസ്ഥാനത്ത് അത് നടപ്പാക്കുന്നില്ല എന്ന ആക്ഷേപവുമായി BJP രംഗത്ത് വരും. BJP കോൺഗ്രസിന്റെ ജാതി സർവേ ആവശ്യത്തെ വിഭജന രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർണാടകം വലിയ രാഷ്ട്രീയ ആയുധമാകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജാതി സെൻസസ് എന്ന വാദത്തെ കോൺഗ്രസിന് ഉയർത്താൻ പോലും കഴിയില്ല എന്ന നിലയിലേക്ക് BJP കടന്നാക്രമിക്കുമെന്ന് തീർച്ചയാണ്. കർണാടകത്തിൽ ഈ റിപ്പോർട്ട് നടപ്പാക്കിയില്ലെങ്കിൽ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും പാർട്ടിക്ക് നഷ്ടമാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അടിവേര് പോലും ഇളകും. ഇനി ഈ റിപ്പോർട്ട് കർണാടകത്തിൽ നടപ്പാക്കിയെന്നിരിക്കട്ടെ, സംസ്ഥാനത്തെ ഭരണം ഉറപ്പായും വീഴും. ലിംഗായത്ത് വൊക്കലിംഗ വിഭാഗങ്ങളിൽ അസ്വസ്ഥത ഉയർന്നാൽ BJPയും JDSും അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തും. കർണാടകത്തിലെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകർന്നുപോകും. സമ്പത്തും ആൾബലവും കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന സമുദായ കേന്ദ്രങ്ങൾ കൈവിട്ടാൽ കോൺഗ്രസിന് അടുത്തെങ്ങും ഒരു മടങ്ങിവരവുമില്ല. അതായത് സിദ്ധരാമയ്യ DKയ്ക്കും രാഹുലിനും കൊടുത്തത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. റിപ്പോർട്ട് നടപ്പാക്കിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിന്റെ ചോര പൊടിയും. സിദ്ധരാമയ്യ എന്ന രാഷ്ട്രീയക്കാരന്റെ നീക്കത്തിൽ കോൺഗ്രസ് പകച്ചിരിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് മാറ്റിയാലും കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് സിദ്ധരാമയ്യ തന്നെ ആയിരിക്കും എന്നർത്ഥം. ഇതിന്റെ ദേശീയ പ്രതിഫലനവും വലുതായിരിക്കും. കാരണം ജാതി സെൻസസ് എന്ന വിഷയം ഇപ്പോൾ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ OBC രാഷ്ട്രീയത്തെ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് കർണാടക പരീക്ഷണക്കളമാകുന്നത്. എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.